ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഒരു കുഞ്ഞു നാരങ്ങ അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ അച്ചാർ ഉണ്ടാക്കുന്ന അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ എന്ത് ചെയ്ത് നാരങ്ങ ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ചിലർ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ആവി കയറ്റിയാണ്. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പ് വെച്ച് അതിൽ തട്ട് വെച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിൽ നാരങ്ങ ഇട്ട് നമ്മൾ അടച്ചു വെക്കുക. അപ്പോൾ ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉണ്ടാക്കുന്ന ഒരു മസാലപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ ഉലുവയും കടുകും ചട്ടി ചൂടായ ശേഷം ഉലുവയൊന്ന് ബ്രൗൺ കളറായതിന് വരുന്ന ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നാരങ്ങയൊക്കെ എന്തായിട്ടുണ്ട്, നല്ല ആവി കയറ്റിയത് ചൂടാറി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഈ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് എന്ത് വേണം, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ വേണം. എല്ലാം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഓരോന്നും വറുത്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം വെളുത്തുള്ളി നമ്മൾ എന്ത് ചെയ്യുക, വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യരുത്, നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ നമ്മൾ സാവധാനം അതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അത് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെക്കുക. പിന്നെ പലരും അതിലേക്ക് തന്നെ മസാലപ്പൊടികളൊക്കെ അങ്ങനെ ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഞ്ചിയും ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വിനാഗിരി ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ മക്കൾക്ക് വേണ്ടിയും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അവർ കൂടുതലായിട്ടും ഇത് കഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അച്ചാറ്. അപ്പം വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നമ്മളങ്ങനെ വിനാഗിരി ഇടുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ഇഞ്ചിയും കൂടെ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നമ്മൾ കഴുകി നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ഉണക്കിയെടുത്തതാട്ടോ. പിന്നെ അച്ചാറിൽ നമ്മൾ ഒരിക്കലും ഒരു തുള്ളി വെള്ളം, പച്ചവെള്ളം പോലും ആകാൻ പാടില്ല. അത് അച്ചാർ പെട്ടെന്ന് പൂപ്പൽ വരാൻ ഇടയാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. നമ്മൾ നേരത്തെ അതൊന്ന് മൂത്ത് ചെറിയ തീയാനേ ഇവിടെ പാടുള്ളൂ. അപ്പം മുളക് പൊടിയിലേക്ക് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ മാറ്റി വെച്ച നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിനാഗിരി ഉപയോഗിക്കേണ്ടവർക്ക് അത് എന്ത് ചെയ്യുക, ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും വെച്ച് നിർത്തുക കേട്ടോ, വിനാഗിരി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ അച്ചാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.